സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശിനിയായ 52-കാരിയുമാണ് മരിച്ചത്. ചികിത്സയിലുള്ള 10 പേരിൽ 2 പേരുടെ നില ഗുരുതരമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ 24-നോട് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഗുരുതരാവസ്ഥയിലായ ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമായ മകൻ മരിച്ചത്. കഴിഞ്ഞ 28 ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ബ്രെയിനിന്റെ പ്രവർത്തനം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് വെന്റിലേറ്ററിൽ നമ്മൾ ആക്കേണ്ടി വന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെ കുറവുള്ള ഒരവസ്ഥയിൽ ഇൻറ്റൻസീവായിട്ടുള്ള കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കിയിരുന്നത്. ശനിയാഴ്ചയാണ് മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിനി റംല മരിച്ചത്. 52 വയസ്സായിരുന്നു. 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 2 പേഷ്യൻസ് വളരെ ബാഡാണ്. ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ്. അവർ 2 പേരും വെന്റിലേറ്ററിലാണ്. സാധ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് രോഗികൾക്ക് നൽകി വരുന്നതെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു. 24 കോഴിക്കോട്.